എങ്ങനെയുണ്ട് ഞാൻ പറഞ്ഞത് ചില കാര്യങ്ങൾ മാറ്റിയിട്ടുണ്ട്. എങ്ങനെയുണ്ട്? അച്ഛൻ പറഞ്ഞ എന്നാന്നറിയോ, അച്ഛൻ പറഞ്ഞു തന്നതാണ് അഭിനയിക്കേണ്ട രീതിയും വിനീതിന്റെ അടുത്ത് ഡയറക്റ്റ് ചെയ്യണം, അത് അതേപടി നിങ്ങൾ അനുസരിച്ചു എന്നാണ് അച്ഛൻ പറഞ്ഞത്. എല്ലാം പറഞ്ഞു തന്നാണ്. എപ്പോഴാ പറഞ്ഞത്? എപ്പോഴാ പറഞ്ഞെന്ന് പറയണം. എപ്പോഴാ പറഞ്ഞെന്ന് എപ്പോഴാ പറഞ്ഞ അവിടുത്തെ രാത്രി ഉറക്കമായിരുന്നോ? ഉറക്കിയപ്പോഴാ പറഞ്ഞു. എങ്കിലും ധ്യാനേട്ടന്റെ സിനിമ കണ്ടിട്ട് ഒരു പ്രൗഡ് മൊമെന്റ് ഉണ്ടായ രീതിയിൽ തന്നെയാണ് അച്ഛനും അമ്മയും ഇവിടെ ഇരിക്കുന്നത്. ഞങ്ങൾക്ക് അത് പറഞ്ഞു ഇവരുടെ ഓർമ്മകൾ അത് പറഞ്ഞു ലാലേട്ടനെ കണ്ട അവിടെ വെച്ചാന്നൊക്കെ പറഞ്ഞു. പിന്നെ 10 വർഷം മുമ്പ് ആ ചീത്ത പറഞ്ഞ് വിട്ടോണ്ട് നന്നായി എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു വാശിയായിട്ട് എടുത്തു. വാശിയായിട്ട് എടുത്താണോ ഈ ഒരു രാത്രിക്ക് വേണ്ടി കാത്തിരിക്കുക? എന്തായാലും അതൊരു ഭയങ്കര മുഹൂർത്തമല്ലേ? തീർച്ചയായിട്ടും ഞാനും ഒരു വലിയ മുഹൂർത്തത്തിന്റെ സമയമാണ്. അച്ഛനും അമ്മയും ഒന്ന് സിനിമ കാണുന്നു, അതിന് ഞാനിവിടെ എത്തുമ്പോൾ അച്ഛൻ ആ സിനിമയെ കുറിച്ച് പറയുന്നു. എൻ്റെ ഏറ്റവും ഒരു സ്വപ്നം പോലെയാണ് ഇത്, അല്ലേ? സ്ക്രിപ്റ്റ് തരാമെന്ന് പറഞ്ഞു. പ്രണവും ധ്യാനൂട്ടനെ എനിക്ക് ഭയങ്കര ഒരുമിച്ചായിട്ട് ഭയങ്കര സന്തോഷമായി കണ്ടിട്ട്. വല്ല മനസ്സിലായോ? പുള്ളി പോയിന്നു അല്ലെ? PVR മറ്റേ സമരം കഴിഞ്ഞിട്ട് പോയിന്നു. ഈ ഒരു രാത്രിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പാണല്ലോ. അതെ അതെ. തിരക്ക് ശേഷം 2 പേരും കൂടെ വീണ്ടും ഒന്നിച്ചൊരു സിനിമ. സോ അതിന്റെ ഒരു പ്രൗഡ് മൊമെന്റ് എന്താ? പുറത്തുനിന്ന് കിട്ടുന്ന ഒരു റെസ്പോൺസ് കൂടി ഉണ്ടാവില്ല. അല്ല, ഞാൻ ഇന്ന് കണ്ടപ്പോഴേ പലരും നമ്മുടെ ഈ ഇന്റർവ്യൂ പരിപാടികളൊക്കെ കാണുന്ന പലരും അവരൊക്കെ ശരിക്കും ആഗ്രഹിച്ചു കണ്ടിരുന്നു ഞാൻ എൻ്റെ ഒരു നല്ല സിനിമ വരണമെന്നും അപ്പം ആ കുട്ടി ഒന്ന് സന്തോഷിച്ചോട്ടെ എന്നൊക്കെ. എൻ്റെ കഴിഞ്ഞ ദിവസത്തെ പലരും പറയുന്നത്, ഇന്റർവ്യൂ കണ്ട ഇഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ പറയുന്നത് അവൻ എങ്ങനെയെങ്കിലും ഒന്ന് സന്തോഷിച്ച് കണ്ടാൽ മതിയെന്ന്, ഇനിയെങ്കിലും നല്ല പടം ചെയ്യും, നന്നായിക്കൂടെ, അങ്ങനെയൊക്കെയാണ്. ഇനി ധ്യാൻ ഇപ്പൊ ചെയ്ത പടം കണ്ടല്ലോ ശ്രീചേട്ടാ, ഇനി ധ്യാൻ ചെയ്യാൻ ഭാവിയുണ്ടോ? ഇനി ഭാവിയുണ്ടോ? ഇനി നല്ല സിനിമയുള്ള ഭാവിയുണ്ടോ? ഞാൻ പറഞ്ഞിടത്തോളം എത്ര കാലം ഇങ്ങനെ പറയും? കേട്ടല്ലേ? കാര്യമൊക്കെ കേൾക്കുമല്ലോ. എന്തായാലും അമ്മ ഒന്നും പറഞ്ഞില്ല. പടം നല്ലതാന്ന് പറഞ്ഞു. വിഷു തൂക്കിന്ന് പറഞ്ഞു. മോനെ വിഷു തൂക്കിന്ന് പറയാം. മോനെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതിന് കരണേന്ദ്ര പോരെ? കരണേന്ദ്ര അത് പറയാനൊന്നുമില്ല. വിഷു നമ്മൾ തൂക്കോ? എന്താ മോനെ? അല്ല, ഈ ധ്യാനൂട്ടാന്ന് മാത്രമല്ലേ വിളിക്കാറുള്ളൂ? പോയാലോ? അവസാനമായിട്ടൊരു കാര്യം ചോദിക്കുകയാണ്. ചേട്ടന്റെ എല്ലാത്തരം തിരക്കഥകളിലും കൂടുതലായിട്ട് ആക്ഷേപാസ്യമായിട്ടുള്ളൊരു തിരക്കഥകൾ നീളം എടുത്തു നിൽക്കുന്ന ഒരു കാര്യമായിരുന്നു. വർഷങ്ങൾക്ക് ശേഷത്തിൽ നടന്മാരെ അവര് തന്നെ ട്രോൾ ചെയ്യുന്നത്, അവര് തന്നെ സ്കൂപ്പായിട്ട് ഒരുപാട് സീരിയൽ നമ്മൾ കാണുന്നുണ്ടായി. അതൊക്കെ കണ്ടപ്പോ ഉണ്ടായ ഒരു ഇതെങ്ങനെയായിരുന്നു? മകന്റെ ഒരു തിരക്കഥയായാലും ഉദയനാണ് താരത്തിന്റെ സമയത്തുള്ളൊരു അല്ലേ? അല്ലേ, അന്ന് ഉദയനാണ് താരം മറ്റേ സെൽഫ് ട്രോൾ ആയിരുന്നല്ലോ, പൊറോട്ട പപ്പടം. ഹ്യൂമർ ഉണ്ടല്ലോ അതിലൊക്കെ തീർച്ചയായിട്ടും. പിന്നെ നിവിൻ്റെ ഒക്കെ തമാശകൾ ഗംഭീരമായിട്ട് ഇഷ്ടപ്പെട്ടു. അത് ഇപ്പോഴത്തെ മറ്റേ സെൽഫ് ട്രോള് പോലെയാ ഇപ്പോഴത്തെ, സ്വയം കളിയാക്കി. ആശാനാണല്ലോ. എന്താ മകന് കിട്ടൂലേ? അല്ലേ, കിട്ടൂലേ?
കിട്ടുമായിരിക്കും. ഇപ്പോഴും കിട്ടിയെന്ന് പറയണില്ല. ബേസിൽ വിളിച്ചോ ചേട്ടാ? എടാ നാളെ നമ്മള് അവൻ ഇരിക്കുന്ന തൃശ്ശൂരാണ്. അവന്റെ സ്ഥലത്തേക്ക് പോയാൽ അവിടെ ആഘോഷം നടത്താന്നാണ് പുള്ളിയുടെ തൃശ്ശൂർ രാഗത്തില് നാളെ വരുവാ. അപ്പൊ ഇക്കൊല്ലം നമുക്ക് സാധാരണ ഒരു പടം ഉണ്ടാവും. നാളെ എല്ലാരും വന്നം. നാളെ അവിടെ വെച്ചാണ് വിഷുസദ്യ ഒരുക്കിയിരിക്കുന്നത്. വൈകിട്ട് നമുക്ക് അവിടെ ആക്കാം. തൃശ്ശൂർ ഇതില് മുങ്ങൂല വരാന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവൻ വാ തുറക്കരുത്. ഞാൻ വൈൻഡപ്പ് ചെയ്യാൻ സമയമാണ്. കാരണം തിയേറ്റർ അടുത്ത ഷോയ്ക്ക് കയറാൻ ഷോ കയറിയാലുള്ളവർക്ക് പൈസ കിട്ടുള്ളൂ. അപ്പൊ ഒന്ന് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ പ്ലീസ് പ്ലീസ് ഇറങ്ങിയിട്ട്